ആലപ്പുഴ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് നിൽക്കുന്ന 2.5 ഏക്കർ പുരയിടം ദുരൂഹതയുടെ വിളനിലമാണ്. നാട്ടുകാരുമായി അധികം സമ്പർക്കം പുലർത്താത്ത സെബാസ്റ്റ്യന്റെ സ്വഭാവത്തിൽ പല സംശയങ്ങളുമുണ്ട്. ചേർത്തല സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന കേസോടെയാണ് ഇയാളിലെ ക്രിമിനലിനെ കുറിച്ച് നാട്ടുകാർ അറിഞ്ഞത്. 2017 രജിസ്റ്റർ ചെയ്ത കേസിൽ സെബാസ്റ്റ്യൻ മുഖ്യപ്രതിയാണെങ്കിലും ഇയാൾ ഒരാളെ കൊലപ്പെടുത്തുമെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണവും സെബാസ്റ്റ്യനിലേക്ക് എത്തി. പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയതോടെ ബിന്ദു തിരോധാന കേസ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചർച്ചയാവുകയാണ്. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. വീടിന് തെക്കുവശത്തെ പറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിയ നിലയിലുള്ള എല്ലുകളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. അധികം ആഴമില്ലാത്ത കുഴിയിൽ കത്തിച്ച നിലയിലായിരുന്നു ഇവ. തൊട്ടടുത്തായി ഡീസലടങ്ങിയ ഒരു കുപ്പിയും ലഭ്യമായി. കുഴി മൂടിയ ശേഷം ഓല കൊണ്ട് മറച്ചിരുന്നു. വീടിനകത്ത് രക്തക്കറ കണ്ടെത്തിയതായി വാർഡ് മെമ്പർ ധന്യ ന്യൂസ് 18നോട് പറഞ്ഞു. വെട്ടുകത്തി, കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കത്തിച്ചു എന്നുള്ളതാണല്ലേ. ഇവിടെ തൊട്ടടുത്ത് തന്നെ എവിടുന്നാണ് ഈ ഫ്യൂവൽ കിട്ടിയത് കത്തിക്കാനായി ഉപയോഗിച്ചു സംശയിക്കുന്നത്? മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പള്ളിപ്പുറത്തെ വീട് നിൽക്കുന്നത് 2.5 ഏക്കർ പുരയിടത്തിലാണ്. മൃതദേഹം മറ്റെവിടെയെങ്കിലും നശിപ്പിച്ച ശേഷം എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട്. താടിയൽ ഉൾപ്പെടെയുള്ള 150ഓളം എല്ലുകൾ ഇവിടെ നിന്ന് കിട്ടി. സ്വീകരണ മുറിയിൽ ഭിത്തിയിൽ ചെറിയ ചെറിയ തുള്ളി പാടുകളായിട്ട് കണ്ടതായിട്ട് എന്നെ സാക്ഷ്യപ്പെടുത്തി. അത് ഫോറൻസിക് വിഭാഗം അവർ പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നുള്ളത് അവർ ഉറപ്പിച്ച് പറഞ്ഞു. പിന്നെ അതിന് എന്തോ 2 ആയുധങ്ങൾ, കത്തിയോ വാക്കത്തിയോ ഇതൊക്കെയായിട്ട് അവർ അത് കൊണ്ടുപോയായിരുന്നു. ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെ കേസിലേക്കും സംശയങ്ങൾ നീളുകയാണ്. 2006 കാണാതായ ബിന്ദു എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ചേർത്തല പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല. ബിന്ദുവിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ആൾമാറാട്ടം നടത്തി വ്യാജ പവർ ഓഫ് അറ്റോർണിയിലൂടെ സെബാസ്റ്റ്യൻ തട്ടിയെടുത്തത്. ബിന്ദുവായി ആൾമാറാട്ടം നടത്തിയ സ്ത്രീ ഉൾപ്പെടെ കേസിൽ പ്രതിയാണ്. ഒരു 2.25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ആ ഒരു സ്ഥലം പെട്ടെന്ന് ഒരു തീ കത്തുന്നതായിട്ട് കണ്ടു. തീ കത്തിയതായിട്ട് കണ്ടു. അതിൻ്റെ മേളിൽ ഒരു അസ്ഥിയുടെ ഒരു കഷ്ണം മുകളിൽ കിടക്കുന്നത് കണ്ടു. പിന്നെ അതിൻ്റെ മേളിൽ ഒരു പഴകിയ ഓല ഇഷ്ടം പോലെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ചെറിയ അസ്ഥികളുടെ കഷ്ണങ്ങൾ ഒരു 106ഓളം പീസ് അവർ കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പൊടിഞ്ഞ അവസ്ഥയിൽ കത്തിച്ചതാണ്. അതിൻ്റെ ഒരു 100 മില്ലിയോളം ഇന്ധനം, ഡീസലാണെന്ന് തോന്നുന്നു, അതൊരു കുപ്പിയിൽ കിട്ടിയിട്ടുണ്ട്. സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ വീണ്ടും തെരച്ചിലുണ്ടാകുമെന്നും കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ മറ്റ് തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതായും ക്രൈംബ്രാഞ്ച് പറയുന്നു. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണെന്നറിയാൻ DNA പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട്. ന്യൂസ് 18 ആലപ്പുഴ.